വളരെ അപൂർവമായിട്ടേ നമ്മളിവിടെ ഞണ്ട് വാങ്ങാറുള്ളൂ. അപ്പോൾ ഇന്ന് 1 കിലോ ഞണ്ട് കിട്ടി. അപ്പോൾ നിങ്ങളെ കൂടി റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഞണ്ട് ക്ലീൻ ചെയ്യുന്നതിലും കറി വെക്കുന്നതിലൊന്നും ഞാൻ അത്ര വിദഗ്ധയല്ല കേട്ടോ. ഇത് അമ്മയുടെ സ്വന്തം റെസിപ്പിയാണ്. അമ്മയൊക്കെ വർഷങ്ങളായിട്ട് ഞണ്ട് വെക്കുന്ന രീതിയാണ്. അതായത് മാങ്ങയിട്ട് ഞണ്ട് കറി. അപ്പം ഇത് ഫുൾ ക്രെഡിറ്റും അമ്മയ്ക്കാണ്, എൻ്റെ റെസിപ്പി അല്ല. ഞണ്ട് ക്ലീൻ ചെയ്യാൻ ഇപ്പോഴും അറിയാത്തവരുണ്ടായിരിക്കും. ഇതിൻ്റെ കാലൊക്കെ പറിച്ച് കളഞ്ഞ് ഇതിൻ്റെ കാലിൻ്റെ ഒരു കൂർത്ത അറ്റമൊക്കെ ഉണ്ട്, അതൊക്കെ വെട്ടി അങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ തോട് പൊളിച്ച് ആ മാംസമുള്ള ഭാഗം നടുവശം ആ തോടങ്ങ് പൊളിച്ച് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് ജസ്റ്റ് അപ്പോൾ ഒരെണ്ണം കാണിച്ചു തന്നെ അറിയാത്തവർക്ക് വേണ്ടി. ഇതിൻ്റെ ചിലരാണെങ്കിൽ ഇപ്പോൾ പൊളിക്കാൻ അറിയാത്തവരെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കും, ഇത് എന്ത് ചെയ്യണമെന്ന്. ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു പണ്ട് കേട്ടോ. പിന്നെ ഇതേ ഇങ്ങനെ ആ തോട് പൊളിച്ച് കളഞ്ഞ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ഇനി ഇത് നടുവ് ഒന്നുകൂടെ മുറിക്കും നമ്മൾ, ഈ വലിയ പീസ്. അങ്ങനെയാണ് ഞണ്ട് ക്ലീൻ ചെയ്യുന്നത്. ആ ഓറഞ്ച് കളറിലിരിക്കുന്ന ഭാഗം കളയണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഇങ്ങനെ ഇത് 1 കിലോ ഞണ്ടുണ്ട്, എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ അരയ്ക്കാൻ എന്തൊക്കെ വേണമെന്ന്. ഇപ്പോൾ ഏതാണ്ടൊരു 1.5 മാങ്ങയോളം ഉണ്ട്. അമ്മ പറഞ്ഞത് പുളി എത്രയുണ്ടോ അത്രയും നല്ലതാണെന്ന് പറഞ്ഞു. വേറെ പുളിക്ക് വേണ്ടി നമ്മളൊന്നും ചേർക്കുന്നില്ല. ഒരു 8-10 ചുവന്നുള്ളി, ഒരു 7-8 പച്ചമുളക്. ഇതിനകത്ത് ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇഞ്ചി ഇല്ലാത്ത നോൺ വെജ് ഇപ്പോൾ ഞാൻ കാണാറേ ഇല്ല. അമ്മ പറഞ്ഞതിൽ ഇഞ്ചി വേണ്ടെന്ന്. പിന്നെ ഒരു നല്ല വലിയൊരു മുറി തേങ്ങ, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും മതി. അപ്പോൾ മാങ്ങ, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ അരയ്ക്കാൻ തേങ്ങയും മുളക് 4 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത് പിരിയമുളക് പൊടിയാണ് കേട്ടോ, എരിവുള്ള മുളക് പൊടിയല്ല. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കണം. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് തരിതരിപ്പായിട്ട് അരഞ്ഞാൽ മതി, അല്ലാതെ തീരെ ഒരുപാട് അരഞ്ഞ് പോകണ്ട. അപ്പം അത്ര അരച്ച് ജസ്റ്റ് വെച്ച്, വേറെ ഒന്നുമില്ല. ഇത് സത്യം പറഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കണ്ട. ചുമന്നുള്ളി, പിന്നെ മാങ്ങയും പച്ചമുളകും മാത്രമേ നമ്മളതിലിടുന്നുള്ളൂ. പിന്നെ മുളകും മല്ലി, മഞ്ഞൾപ്പൊടിയും തേങ്ങയും. ചുമന്ന ഉള്ളിയൊക്കെ നമ്മൾ അരവിനിടുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകാതെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, തേങ്ങയും ഒരുപാട് അരയണ്ട. ഇതേ കുറച്ച് അത് തിളച്ച് പറ്റി ഞണ്ട് റെഡിയായി. ഒരുപാടങ്ങ് വെള്ളവുമില്ല, എന്നാൽ തീരെ പറ്റിയിട്ടുമില്ല. ആ ഒരു പരുവത്തിൽ കുറച്ച് നേരം നമ്മൾ തിളപ്പിച്ചെടുത്ത് ഞണ്ട് ഓക്കെ ആയി. പിന്നെ ഇന്നത്തെ നമ്മുടെ ചോറ്, സാമ്പാർ, ഞണ്ട് കറി, പിന്നെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ മെനു ആണ് ഇത്രയൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ മാങ്ങയിട്ട് ഞണ്ട് വെക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം.